എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ റീൽസ് വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി വീഡിയോ എഡിറ്റർ മെറ്റ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എഡിറ്റർ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ നല്ല റീൽസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക, അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു ഒറ്റ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും നമുക്ക് വാട്സപ്പിലേക്കൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോകൾ നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ എഡിറ്റർ പ്രധാനമായിട്ടും നമുക്ക് റീൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെറ്റ നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ എഡിറ്റർ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതിനു മുമ്പായിട്ട് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ ഒരു വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ക്രിയേറ്റ് യുവർ ഫസ്റ്റ് പ്രോജക്റ്റ് എന്നെഴുതിയിരിക്കുന്നത് നമുക്ക് ആദ്യത്തെ വിൻഡോയിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്ക്രീനായിട്ട് വരുന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യത്തെ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനായിട്ട് നമ്മൾ ഈ ഒരു സ്ക്രീനിലുള്ള പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ ചതുരത്തിൽ ആ ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫോണിൻ്റെ ഗാലറി ഓപ്പൺ ചെയ്യുന്നതിനും നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ആക്സസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറിയും ക്യാമറയും ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യമേ ഗാലറിയാണ് ആദ്യമേ ആക്സസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിക്കുന്നു, ആ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗാലറി ആക്സസ് ആയിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ക്യാമറയാണ് ആക്സസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നു. അപ്പോൾ ക്യാമറയും ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് 4 ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ സ്റ്റിക്കറാണ് ആദ്യമത്തെ ഓപ്ഷൻ വരുന്നത്. പിന്നെ ഉള്ളത് റീൽസ് എടുക്കാനുള്ളത്, സേവ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഓഡിയോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞ് കളക്ഷൻ ആണ്, നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോകളുടെ എല്ലാം കളക്ഷൻ എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വീഡിയോകളുടെയൊക്കെ ഒരു പ്രിവ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാണ്ട് മറ്റ് വീഡിയോകളുടെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നടുക്ക് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഈ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്യാമറയാണ് കാണാൻ സാധിക്കുക. ഈ ക്യാമറയിലാണ് ഒരുപാട് ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആദ്യമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. നമുക്ക് മ്യൂസിക് നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുക. അതിന് തൊട്ട് താഴെ ഭാഗത്തായിട്ട് ടൈം സെറ്റ് ചെയ്യുക. പിന്നെ അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഉള്ളത് സ്പീഡ് സെറ്റ് ചെയ്യുക. പിന്നെ അതിന് തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ളത് ഒരു നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ക്യാമറ നമുക്ക് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്കിതുപോലെ സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറവശത്തായിട്ട് നമുക്കൊരു ഫ്ലാഷ് ലൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിനുള്ള നല്ല ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാനായിട്ടുള്ളത്. പിന്നെ നടുക്കായിട്ട് കാണുന്ന ആ റോസ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റൺ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സൗകര്യമാണ്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് HD ക്വാളിറ്റി ഉള്ള വീഡിയോകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിവിടെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെസൊല്യൂഷൻ സെലക്ട് ചെയ്യാം, ഫ്രെയിം റേറ്റ് സെലക്ട് ചെയ്യാം, കളർ ലിമിറ്റ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഈ ഒരു ആപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴ്ഭാഗത്തായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് എത്രമാത്രം ഉണ്ടെന്ന് കാണാനുള്ള സൗകര്യവും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളുടെ എല്ലാം റീച്ച് ഈ ഒരു എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം കൂടെ നമ്മൾ ഉപയോഗിച്ച് നോക്കുക. ഇനി നമ്മൾക്ക് ഈ വീഡിയോ എഡിറ്റർ എങ്ങനെയാണ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയുടെ നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതെൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ്. ഇവിടെ നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 3 ലൈൻസ് കാണാവുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നമുക്കിവിടെ വരുന്നതാണ്. ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ കുറച്ച് താഴ്ഭാഗത്തായിട്ട് എഡിറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതോടുകൂടി പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതൊരു വീഡിയോ എഡിറ്ററാണ്. നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫേസ്ബുക്ക് തന്നിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്ററാണ്. അതാണ് നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് എഡിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്തതോടുകൂടി നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നല്ല HD ക്വാളിറ്റിയിലൊക്കെ നമുക്ക് വീഡിയോകൾ ഈ ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു എഡിറ്റർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഈ ഒരു വീഡിയോ എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് ഇൻസ്റ്റാൾ എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ എഡിറ്റർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ എഡിറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആവശ്യമായ പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കേണ്ടതാണ്. എഡിറ്റ്സ് എന്നാണ് ഈ ഒരു വീഡിയോ എഡിറ്ററിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലേ സ്റ്റോറിൽ ചെന്ന് നേരിട്ട് നമുക്ക് എഡിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അല്ലെങ്കിൽ ഇമെയിൽ ID യും പാസ്വേഡും കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഇത് റീഡയറക്റ്റ് ആകുന്നതാണ്. ഇവിടെ നമുക്ക് ലോഗിൻ വിത്ത് ഇൻസ്റ്റാഗ്രാം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ യൂസർ നെയിം പാസ്വേഡും ഒക്കെ കൊടുത്ത് നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്ററിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ഈ വീഡിയോയുടെ നോക്കാം. അപ്പോൾ ഞാനത് കൊടുത്തിട്ട് ബാക്കി കാണിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒന്ന് ലോഗിൻ ചെയ്യാം. മൊബൈലിൻ്റെ സ്പീഡിനനുസരിച്ച് അല്പം താമസമൊക്കെ ഉണ്ടാകും ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകാനായിട്ട്. പെർമിഷൻ ചോദിച്ചിരിക്കുന്നതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ആവശ്യമായ പെർമിഷനൊക്കെ കൊടുക്കുക. നമുക്കിവിടെ താഴെ കാണാവുന്നതാണ് ജോയിൻ എഡിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. അത് പ്രസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അലോ കൊടുക്കാം. പോപ്പ് വിൻഡോ വന്നിട്ടുണ്ട്. അങ്ങനെ ആവശ്യമായ പെർമിഷനൊക്കെ അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കാണിച്ചതുപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ എഡിറ്റർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് യൂട്യൂബിൽ എങ്ങനെ ഒരു വീഡിയോ ഹൈപ്പ് ചെയ്യാം എന്നുള്ളതും കൂടെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ട് 2 ഡോട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ 2 ഡോട്ട് എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴ്ഭാഗത്തായിട്ടുള്ള 2 ഓപ്ഷനാണ്. അത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ്. അപ്പോൾ നമ്മൾ ഇടത് സൈഡിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്നുള്ളൊരു പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഹൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇനി കാണിക്കുന്നത്. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ഞാനിതിവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് കാണുക, എങ്കിൽ മാത്രമേ പിടികിട്ടുകയുള്ളൂ. നമുക്കിവിടെ 2 ഡോട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇടത് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ വരുന്നതാണ്. ഞാനിവിടെ ഇടത് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് ഹൈപ്പ് എന്നുള്ള പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈപ്പ് ലഭിക്കുന്നതാണ്. അങ്ങനെ പുതിയൊരു ഓപ്ഷനാണിത്. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് ചെയ്ത് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.